Here we are going to discuss about how to set transaction series. നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി ട്രാൻസാക്ഷൻ സീരീസ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ട്രാൻസാക്ഷൻ സീരീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിങ്സിൻ്റെ അണ്ടറിൽ ഓർഗനൈസേഷൻ സെറ്റിങ്സിൻ്റെ അണ്ടറിൽ കസ്റ്റമൈസേഷൻ എന്നതിൽ ട്രാൻസാക്ഷൻ നമ്പർ സീരീസ് ചൂസ് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ സീരീസ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ന്യൂ സീരീസ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഏത് സീരീസ് നെയിമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഏത് ലൊക്കേഷൻ, നമ്മൾ ഒന്നിൽ കൂടുതൽ ലൊക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് ലൊക്കേഷന് വേണ്ടിയിട്ടാണുള്ളത് ചൂസ് ചെയ്യുക. ഓക്കെ, ദെൻ സീരീസ് നെയിം എന്താണെന്നത് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ നമുക്ക് പ്രിഫിക്സ് എന്താണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പം പ്രിഫിക്സ് JV എന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, കസ്റ്റമർ പേയ്മെൻറ്റ് CP. നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ള ഇതിലും നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് സ്പേസ് അടിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. വെൻഡർ പേയ്മെൻറ്റ്. ഓക്കെ, അതുപോലെ നമുക്ക് റീസ്റ്റാർട്ട് നമ്പർ എന്ന ഓപ്ഷനിൽ നമുക്ക് ഇയർലി ബേസിൽ നമുക്ക് ട്രാൻസാക്ഷൻ സീരീസ് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയർലി ചൂസ് ചെയ്താൽ മതി. ദെൻ സേവ് ബട്ടൺ. ഇങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ സീരീസ് സെറ്റ് ചെയ്യുന്നത്. നമുക്കിത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ സീരീസിൻ്റെ മുകളിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.